അങ്ങനെ തന്നെ കിടക്കുക. ഞാൻ എന്നും തുടച്ചു വെക്കും. നല്ല അടുക്കും ചിട്ടയുള്ള ആളായിരുന്നു കുമാരേട്ടൻ അല്ലേ? മെയ് 7 എന്താ ദിവസമുള്ള പ്രത്യേകത? അച്ഛനെ അന്നാണ് നിങ്ങൾ ആശുപത്രിയിലാക്കിയത്. അച്ഛൻ ഡയറി എഴുതാറുണ്ടായിരുന്നല്ലേ? നല്ല കൈയക്ഷരം. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം ഒരു ഓർമ്മയ്ക്ക്. അല്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടെന്നറിയാം. എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഞാനിതൊന്ന് സൂക്ഷിച്ചോട്ടെ. ചായ തണുക്കും. ശരിയാ, തണുത്തു. അന്ന് അച്ഛൻ എവിടെ പോയതായിരുന്നു? കോടതിയിലേക്ക്. അന്ന് അച്ഛനൊരു കേസുണ്ടായിരുന്നു. ഇന്നാണ് സാക്ഷി വിസ്താരം. ഈ കേസ് തള്ളും. സാക്ഷി എന്ന് പറയുന്ന എൻ്റെ വേഷം എന്താണ് ഈശ്വര? ഇതുവരെ 7 ഭീഷണികൾ ഫോണിലൂടെ വന്നു. 8ാമത്തേനായി ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ ഫോണുണ്ടോ? എടുക്കണ്ട. അച്ഛനോട് ദേഷ്യമുള്ള ആരോ വെറുതെ വിളിക്കുക. ഏത് കഴിവേറി മക്കളാ അവിടെ ഫോൺ എടുത്തത്? കുമാരന്റെ ശല്യം തീർന്നല്ലോ. നാട് നന്നാക്കാൻ ജനിച്ച അവതാരം. ആരാത്? ബഹളം വെക്കണ്ട. എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വരാം. ആരാണത്? കുമാരൻ. കുമാരൻ is here. ഇത് ഞാൻ എടുക്കുന്നു. തിരിച്ചു തരാം. ഞാൻ കുമാരൻ, ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ, ഒരനാവശ്യ പത്രപ്രവർത്തകൻ. ഞാൻ വിജയ് മേനോൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മൈ ഡിയർ ബ്രദർ. ഇന്ന് മെയ് 5. ശ്രീദേവിയുടെ കമ്പ്യൂട്ടർ കോഴ്സിന്റെ ഫീസ് കിട്ടണം. പണമില്ലെന്ന് അവളോട് ഇങ്ങനെ പറയും. തൽക്കാലം വാച്ച് വയ്ക്കാം. പണം ഉണ്ടാകുമ്പോൾ പുതിയതൊന്ന് വാങ്ങാം. മഠത്തിലേക്ക് കത്തയച്ചിട്ട് 1 മാസം കഴിഞ്ഞു. മോൾ എന്ത് കരുതുവാവോ? ഒരു ഇല്ലൻ്റിൽ ഇന്ന് തന്നെ എഴുതണം. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കുമാരേട്ടൻ. ഈശ്വര, അതീ കത്തായിരുന്നു. കുമാരേട്ടൻ ഒരു മകളല്ലേ ഉള്ളൂ? ഇന്നത്തെ എൻ്റെ സാക്ഷി വിസ്താരം വെറും ഒരു പ്രഹസനമായിരിക്കും. എൻ്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്ന് നീതിപീഠം കേൾക്കും. താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നെന്നിരിക്കും. പലതും അനുഭവിച്ച് മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. 18 വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിന് വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത്. ഏത് കേസും തേച്ചു മാച്ചു കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം. ആ കേസിന് ഒരേ ഒരു സാക്ഷിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ 1ാം സാക്ഷി. കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിക കൃത്യം അന്ന് സ്വന്തം കണ്ടുകൊണ്ട് കണ്ടിരുന്നുള്ളൂ. ഇന്നേക്ക് 18 വർഷം തികയുന്നു. ഇതേ മാസം ഇതേ ദിവസം തെന്മലയിൽ ഒരു മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയം രാത്രി വളരെ വൈകിയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാ അന്ന് ശ്രീദേവി മോളുടെ 5ാം പിറന്നാളാണെന്ന് ഓർത്തത്. അതുകൊണ്ടൊന്ന് മിനിങ്ങിയപ്പോൾ തോന്നി രാത്രിയാണെങ്കിൽ സാരമില്ല, 4-5 പള്ളൊന്ന് നടക്കാം. മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത്, ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത്. അബദ്ധ എന്നാ തോന്നുന്നത്. ഈ സ്ഥലം അത്ര നന്നല്ല. കള്ളു കുടിച്ച മനുഷ്യന്മാർ കാണിക്കുന്ന ഓരോ നട്ടപ്രാന്തി. ഒരു ലോറി പോലും കാണാനില്ലല്ലോ.
സംഭവിച്ചത്? എന്നാ അതൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടോ, നിന്റെ ഭാര്യയുടെ സ്വാർത്ഥത കണ്ടോ? അവൾക്ക് നീ വിലപിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തൈലവും വിലപിടിച്ചതാണ്. അതവൾക്കറിയില്ല. എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. നിന്റെ ഡ്യൂട്ടി? എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല, കോടിയാണ്. 4 കോടി. എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തേ പറ്റൂ. അതിന്റെ ഫയലുകൾ ഇനി തന്റെ കയ്യിൽ വരാൻ പാടില്ല. പിടിക്കടാ അവളെ. കുഞ്ഞെവിടെ? ഇവൻ സമ്മതിക്കില്ല ജോർജ്. നമ്മുടെ 4 കോടി സർക്കാരിലേക്ക് പിടിച്ചെടുത്ത ഈ സത്യസന്ധന്റെ തലയില് ഒരു ചന്ദനമുട്ടി വെച്ച് കത്തിച്ചാലോ? മോളിൽ നിന്ന് ഓർഡർ വന്നാലും നീ വിട്ടുകൊടുക്കൂല അല്ലേ? ഈ കാടെന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിന്റെ വകയാണോടാ പട്ടി? ഇയാൾക്ക് എന്തിനാ ഒരു ചന്ദനമുട്ടിയാക്കുന്നത്? ഒരു ലോഡ് തന്നെ ഇറക്കി കത്തിച്ചു കളാച്ചായ. ആഹാ, താൻ കുടുംബത്തോടെ വാരിയല്ലേ? ഇങ്ങോട്ട് മാറടി, ഇങ്ങോട്ട് മാറി കൊണ്ടുപോ. ഞാൻ ആ കാഴ്ച കണ്ടു നിന്നു. നിസ്സഹായനായ ഒരു പുഴുവിനെ പോലെ അവർ ആ പാവ ഉദ്യോഗസ്ഥനെയും ഭാര്യയും ചവിട്ടി മെതിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി വന്ന ജോർജ് എന്ന ചെറുത്താനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പൂച്ചക്കണ്ണുള്ള ഉയരം കൂടിയ വലിയ മൃഗത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ കണ്ടു നിൽക്കേ അവരാ പാവ മനുഷ്യനെ. ജ്വാല അത്രയും ഞാൻ കണ്ടുള്ളൂ. അത് ആ പാവത്തിന്റെ ആത്മാവായിരുന്നിരിക്കാം. ചെകുത്താനൊരു ബലിയർപ്പിച്ച് തികഞ്ഞ ലാഘവത്തോടെ പൂച്ചക്കണ്ണനും ജോർജും കാറിക്കയറി.
കത്തിയമർന്ന അസ്ഥികളെടുത്ത് മാറ്റാൻ അവർ കാവൽ നായ്ക്കൾക്ക് നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഭയന്നുകൊണ്ടുള്ള ആ നടത്തത്തിനിടയിൽ ആ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ കണ്ടുമുട്ടി. എത്ര പെട്ടെന്നാണ് ഞാനൊരു മുത്തച്ഛനായത്. രാത്രി മുഴുവൻ അവിടെയെല്ലാം തിരഞ്ഞ് ആ അമ്മയെയും കുഞ്ഞിനെയും ജീവനോടെ കൈ കിട്ടിയ കൊന്നുകളയാൻ നിർദ്ദേശം നൽകിയാണ് ആ പൂച്ചക്കണ്ണം പോയത്. 100% മനസ്സ് പാളിപ്പോയ ആ പാവം സ്ത്രീയിൽ നിന്നും എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല. പക്ഷേ അവരെ കൈയൊടിയാൻ എനിക്ക് എന്തോ മനസ്സ് വന്നില്ല. ആ മക്കളെ ഞാൻ പൂച്ചക്കണ്ണിൽ നിന്ന് മറച്ചു വെച്ചു എന്നേക്കുമായി. $4 കോടി ചന്ദനത്തൈലത്തിന്റെ കള്ളക്കളിയെക്കുറിച്ച് അന്വേഷണം നടത്തി. ആ ഡിസംബറിൽ തന്നെ ഞാൻ എല്ലാ പത്രങ്ങളിലും എഴുതി. അത് കേസായി. ജോർജിനും പൂച്ചക്കണ്ണനുമെതിരെ കോടതിയിൽ ഞാൻ സാക്ഷിയായി. കേസ് നമ്പർ 37A473-12-3-1976. 37A473-12-3-1976. ചെവിയിൽ പഞ്ഞി തിരികെ നീതിപീഠം എന്റെ മൊഴികൾ കേട്ടു. ഒരു ചുക്കും സംഭവിച്ചില്ല. 4 കോടിക്ക് പകരം 6 കോടി അവർ വാങ്ങി. ജീവനോടെ ദഹിച്ച ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞു. സുഹൃത്തെ, നാളെയും ഞാൻ സാക്ഷി പറയാൻ ചെല്ലുന്നു. ഒരു രാഷ്ട്രീയക്കാരന്റെ അക്രമത്തിന് സാക്ഷി പറയാൻ. അതേ കോടതി, അതേ ദിവസം. പറയൂ, ഞാൻ തോക്കുമോ അതോ ജയിക്കുമോ? സമയം എത്രയായിന്നറിയൂ? ഉണ്ണി എന്താ ഈ അർദ്ധരാത്രി പറമ്പിൽ വന്ന് തീ കായണേ? ഒന്നുമില്ല മാവ, ഈ തീക്ക് നല്ല ചൂടുണ്ട്.